അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തന്നെ നടു റോട്ടിലാണെന്ന് വിചാരിക്കണ്ട, നമ്മൾ പോകുന്നത് ഇപ്പോൾ അലാനുവിനെ കാണാനാണ് കേട്ടോ. അപ്പോൾ വഴിയരികിൽ കുറച്ച് ടോയ്സ് ഒക്കെ വിൽക്കുന്നത് കണ്ടു. അവനാണെന്നുണ്ടെങ്കിൽ കുറേ നാളായി JCB വേണമെന്ന് പറയുന്നത്. അപ്പോൾ വഴി വെച്ച് കണ്ടപ്പോൾ നമ്മളത് കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആൾക്കത് പറ്റുന്ന സാധനമല്ല. കാരണം നമ്മുടെ ആൾ ഫുള്ള് ഓട്ടോമാറ്റിക് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇത് മാനുവൽ ആണല്ലോ, അപ്പോൾ അത് ടാസ്ക് ആയിരിക്കും. അപ്പം നമ്മളത് മേടിച്ചില്ല. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി പോവാം. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ നടന്നു പോയി. നമ്മുടെ സ്കൂട്ടി അവിടെ ഒരു സൈഡിൽ വെച്ചു. എന്നിട്ട് ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ഷോപ്പ് വരുന്നത്. ഷോപ്പല്ല, അതൊരു വണ്ടിയിൽ ഇട്ടിട്ടാണ്. നമ്മൾ കൂടുതലും ടൈമും ഇവിടുന്നാണ് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂർക്കാണ്. CB കിട്ടിയില്ലല്ലോ, അപ്പം നമുക്ക് വേറൊരു ഐറ്റം മേടിക്കാനുണ്ട്. അതിനി അവിടെ കിട്ടുമെന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നമുക്ക് റെഫറൻസ് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്ന ഗണ്ണ് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ ശബ്ദമൊക്കെ വരില്ലേ, ആ ഒരു സൈസ് സാധനം കേട്ടോ. അതിന് പ്രിയങ്കയിൽ കിട്ടുമെന്ന് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞാൻ ആദ്യം ഈ ഒരു ഫോൺ ഓണാക്കി വെച്ചിട്ട് ഈ ഒരു സാധനം തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. കുറേ നേരം തപ്പേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മുടെ അവിടെ പിന്നെ 2 പേരുണ്ടല്ലോ, ആ 2 പേർക്ക് എന്ന് പറഞ്ഞ പോലെ 2 ഗണ്ണ് ഇവിടെ ബാക്കിയായി ഇരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. 2 പേർക്ക് ഓരോന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? 2 പേരും കൂടെ ഇനി അത് വെച്ചിട്ടായിരിക്കും വഴക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ 2 എണ്ണം നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പൊട്ടിക്കുന്ന ഒരു സാധനവും കിട്ടി. തിരിച്ചു പോണ നേരത്തുണ്ട് അവിടെ പോലീസ് നിൽക്കുന്നത്. ഞങ്ങൾ 3 പേര് കൂടി ഒരു സ്കൂട്ടിയിലാണ് വന്നത്. അപ്പോൾ ഇന്നോനെ നമ്മൾ വഴിയരികിൽ ഇറക്കിയിട്ടിട്ട് നടന്നോളാൻ പറഞ്ഞു. ഇടയ്ക്ക് വെച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, അവളെ കിട്ടിയെന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ സമാധാനമായിട്ടിരുന്ന് പോകായിരുന്നു. ഞാനിതിൽ വീഴോ ഇപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് പിറകിലിരുന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ അലാനുവിൻ്റെ വീടെത്തി. കയറി വന്നപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇത് കണ്ടപ്പോൾ ആള് ഹാപ്പി ആയിട്ടോ. ചെറിയ പിള്ളേർക്കൊക്കെ ഹാപ്പി ആവാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ അല്ലേ. അത് കിട്ടിയ താമസം അത് വെച്ചിട്ടുള്ള ബഹളമായിരുന്നു അവിടെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഉണ്ട പോലത്തെ സാധനം ഉണ്ടല്ലോ, അതെങ്ങനെ ലോഡ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പിള്ളേർക്കൊക്കെ അറിയാം, അവനാണ് ഇതൊക്കെ പിന്നെ ചെയ്ത് കൊടുത്തത്. പിന്നെ അവനത് പൊട്ടിക്കാന്ന് കുറച്ച് പേടിയുണ്ട്, ശബ്ദം കേൾക്കുമ്പോഴൊക്കെ പേടിയുണ്ടെന്നെങ്കിലും ആള് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് ഓരോ പ്രാവശ്യം അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൻ്റെ മുഖം നോക്കിയാൽ അറിയാം അവനെ പേടിച്ചിട്ടാണ് ചെയ്യണത്. എന്നാലും ആൾക്കത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അലാനു ആരാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാടെ സിസ്റ്ററുടെ മോനാണ്. ഉമ്മാടെ സിസ്റ്റർക്ക് 3 മക്കളാണുള്ളത്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ്. അതിലേറ്റവും ഇളയതാണ് കേട്ടോ ഇവൻ. അതിനിടയിൽ ഗെയിം കളിക്കുന്ന കുറച്ച് വിഭാഗം ആൾക്കാരെ കാണിച്ചു തരാം. ഇതെൻ്റെ സച്ചുവിൻ്റെ ഫ്രണ്ട്സുമാണ്. അങ്ങനെ അവൻ്റെ കൂടെ ആ ഗണ്ണൊക്കെ യൂസ് ചെയ്ത് കുറച്ച് നേരം കളിച്ചു കേട്ടോ. ഇടയ്ക്ക് വെച്ച് അതിൽ ഉണ്ട തരുമ്പോൾ എൻ്റെ ഉണ്ണി അതൊക്കെ ലോഡാക്കി കൊടുക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ കളിത്തോക്കുകളും 40 റുപ്യയുടെ കളിത്തോക്കുകളും എന്റെ കാൽച്ചു കൊട്ടി. മതി പാട്ട് കേട്ടത്. അങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്തു കുറച്ച് നേരം. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരട്ടെ. എൻ്റെ ഹിഡൻ ക്യാമറയിൽ ഞാൻ പകർത്തിയെടുത്തൊരു ദൃശ്യാട്ടത്. വേറെ ആരുമല്ല, നമ്മുടെ സച്ചു മാസ് കാണിക്കണതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അലാനു ഫോൺ എടുത്ത് വന്നിട്ട് പറഞ്ഞു ദീദീനെ കണ്ടു. അതായത് യൂട്യൂബ് ചാനൽ അവൻ്റെ ഉമ്മയുടെ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ആ വീഡിയോസ് എടുത്തതായോ എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഇടിപ്പിച്ച് അതിരുന്ന് കാണുകയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നത് നീയല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് ഇരുന്ന് ചിരിക്കാട്ട ആള്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഉച്ചയായി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. ചാച്ചി ഇവിടെ നമുക്ക് സ്പെഷ്യൽ ചിക്കൻ പെരട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂളിൽ കഞ്ഞി അടിക്കാൻ നിൽക്കുന്ന പോലെ, ചോറ് അടിക്കാൻ നിൽക്കുന്ന പോലെ ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഫുഡ് മേടിക്കാനുണ്ടാവും. ഇവിടെ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല, വല്ലാണ്ട് ഫോർമാലിറ്റീസ് ഒന്നും കാണിക്കില്ല. നമ്മളിങ്ങനെ ക്യൂ നിന്ന് ഫുഡ് മേടിച്ചിട്ട് പോവും. ഇപ്പോൾ ഇവിടെ കുറച്ച് വാരിക്കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എൻ്റെ ഉമ്മച്ചി എൻ്റെ നിച്ചുവിനും ഉണ്ണിക്കൊക്കെ വാരിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ പ്ലേറ്റിലിട്ട് തിന്നു. 2 മണിക്ക് നിച്ചുവിന് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ആള് റെഡി ആയിട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ അലാനും കയറി ഇരുന്നിട്ടുണ്ട്. അവനക്ക് പിന്നെ ആര് വണ്ടി എടുത്ത് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒപ്പം പോകണം കേട്ടോ. ഫ്രണ്ടിൽ അപ്പം കയറിയിരിക്കും. അങ്ങനെ നമ്മുടെ നിച്ചു പോയി. ഇനിയിപ്പോൾ അവൾ 5 മണിയാവും വരാൻ വേണ്ടിയിട്ട്, 5:30 ആവും. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ചാച്ചി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി ചായ കുടിക്കണം. അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്, ചായ ഒക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുടിക്കുകയാണ്. അവരവിടെ അവരുടേതായ സംസാരങ്ങൾ ഉമ്മിച്ചും ചാച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വോയിസ് ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അവനക്ക് ഈ ഉള്ളി ബജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് ഇതാണ് ചെയ്തത്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് പാപ്പു? പിന്നെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ കിടക്കാൻ നേരം കുറച്ച് തണ്ണിമത്തൻ കഴിച്ചു. അലാനുൻ്റെ തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റിൽ കട്ട് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഉറങ്ങുന്നതിന് മുൻപ്. പിന്നെ ചാച്ചിക്ക് മൈലാഞ്ചി ഇടണമെന്ന് പൂതി പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പോൾ ഞാൻ അവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അവളാണെങ്കിൽ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ടേബിളുമ്മ കയ്യും വെച്ചിട്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വ്ളോഗ്സ് ഇനിയും ഇടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.